മേയർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാലും ആര്യ രാജേന്ദ്രന് സ്വസ്ഥതയില്ല, സമാധാനവുമില്ല. പുതിയൊരു കേസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കോർപ്പറേഷന് കീഴിലുള്ള കമലേശ്വരത്തെ കൺവെൻഷൻ സെന്റർ ഉണ്ട്. ഈ കൺവെൻഷൻ സെന്ററിന്റെ കരാർ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ സ്വന്തം ഇഷ്ടക്കാർക്ക് നൽകി. അതല്ലാതെ ആ കാലഘട്ടത്തിൽ മറ്റൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് പൊതുജനങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോ ഇത്തരത്തിലുള്ള ആരോപണം കൂടി മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, അവിടുത്തെ പുതിയ മേയർ വി രാജേഷ് ഇതിൽ അന്വേഷണം നടത്താനായിട്ട് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അതിന് കോർപ്പറേഷൻ സെക്രട്ടറി ആയിട്ടുള്ള ബിനിയെയാണ് മേയർ രാജേഷ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത കൗൺസിൽ യോഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്ത് തുടർ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ ആര്യ രാജേന്ദ്രന് ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ ആ ബാധ്യത ഒഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ ചെയ്തു വെക്കുന്ന പണികൾ എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായ മാതൃകയാണ് ആര്യ രാജേന്ദ്രൻ്റെത്. പ്രായം കുറഞ്ഞ മേയറാണ്, ഞങ്ങൾ അങ്ങ് ഇപ്പൊ ശരിയാക്കും എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. പക്ഷെ ചെയ്തു വെച്ചതെല്ലാം വൻ അബദ്ധങ്ങൾ തന്നെയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ആയിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരുപാട് വിവാദങ്ങളുണ്ട്. ഈ ഭരണപക്ഷത്ത് തന്നെയുള്ള VG ഗിരികുമാറാണ് യോഗത്തിൽ ഇങ്ങനെ ഒരു അഴിമതി ആരോപണമുണ്ട്, ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്, സ്വന്തം ഇഷ്ടപ്രകാരം കരാർ നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് പോലും. ധനകാര്യ സ്ഥിരം സമിതിയെ മറികടന്നിട്ടാണ് അന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം വഴി കരാർ നൽകിയത് എന്നുള്ളതായിരുന്നു ആരോപണം. ഇത് ദുരൂഹമാണ് എന്നാണ് VG ഗിരികുമാർ ചൂണ്ടിക്കാണിച്ച കാര്യം. കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഒരറ്റം മാത്രമാണ് ഇത് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള പേപ്പർ ഫയൽ മണിക്കൂറുകൾക്കുള്ളിൽ 5 ഉദ്യോഗസ്ഥർ കണ്ട് തീരുമാനമെടുത്തു. എന്നൊന്ന് ആലോചിച്ചു നോക്കണം. മിന്നൽ വേഗം എന്നൊക്കെ പറയുന്നത് ഇതാണ്. സാധാരണ ഒരു കരാറൊക്കെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് അത് ഉത്തരവായി വരാനായിട്ട് എത്ര സമയം എടുക്കുമെന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് വെറും 5 മണിക്കൂർ കൊണ്ട് ഇതിന്റെ എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ കണ്ട് തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും സെക്രട്ടറി കണ്ടിട്ടില്ല. സെക്രട്ടറിക്ക് ഇത് കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായും പൊളിച്ചിരിക്കുക മാത്രം ഫലം. കോർപ്പറേഷന്റെ ആസ്തികൾ ലേലം ചെയ്യേണ്ടതും കരാർ നൽകേണ്ടതും ധനകാര്യ സ്ഥിരം സമിതിയാണ് എന്നതാണ് ചട്ടം. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ധനകാര്യ സ്ഥിരം സമിതിയിൽ ഭൂരിപക്ഷവും BJP അംഗങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ BJP അംഗങ്ങളോട് ചോദിക്കാനുള്ള വൈമനസ്യമായിരിക്കാം ആര്യ രാജേന്ദ്രന്. പക്ഷേ അങ്ങനെ ഒരു വൈമനസ്യമല്ല. നടപടിക്രമങ്ങൾ കൃത്യമായി നടപടിക്രമങ്ങളായി തന്നെ ചിട്ടയായി പാലിച്ചു പോരുക എന്നുള്ളതാണ് ഒരു മേയർ അല്ലെങ്കിൽ ഒരു ഇത് ഭരണാധികാരിയുടെ രീതി എന്ന് പറയുന്നത്. അവിടെ BJP അംഗങ്ങളുണ്ടാവാം, കോൺഗ്രസ് അംഗങ്ങളുണ്ടാവാം, CPM-ന്റെ തന്നെ അംഗങ്ങളുണ്ടാകാം, അങ്ങനെ പലതും ഉണ്ടാകാം. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ആ ഒരു BJP അംഗങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉപയോഗിച്ച് ആര്യ രാജേന്ദ്രൻ ഈ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം. ഇനി ഇത് മാത്രമാണോ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം? അല്ല, ആര്യ രാജേന്ദ്രനെതിരെ ഇതിനു മുമ്പും വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് പല കാര്യങ്ങളും. ഏതാണ്ട് 21ാമത്തെ വയസ്സിലാണ് ആര്യ രാജേന്ദ്രൻ മേയറായിട്ട് ചുമതലയേൽക്കുന്നത്. 25ാം വയസ്സിൽ പടിയിറങ്ങുമ്പോൾ, മേയർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ സകല ചരിത്രവും തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഇഷ്ടക്കാർക്ക് കരാർ കൊടുത്തിട്ടുണ്ട്, സ്വജനപക്ഷപാതം കാണിച്ചിട്ടുണ്ട്, ധാർഷ്ട്യമുണ്ട്, കോടതി കേസുണ്ട്. അങ്ങനെ സമ്പൂർണമായിട്ടുള്ള ഒരു പതനം ആര്യ രാജേന്ദ്രന്റെ കാര്യത്തിൽ CPM-ന് സംഭവിച്ചിട്ടുണ്ട്. അത് CPM വീണ്ടും വിചാരമില്ലാതെ ചെയ്ത ഒരു കാര്യത്തിന്റെ പ്രശ്നമായിട്ട് മാത്രമേ നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയൂ. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു ആളെ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ കൊണ്ടിരുത്തുക, മേയർ എന്നൊക്കെ പറയുന്നത് ഒരു നഗരത്തിന്റെ അധിപനാണ്.
ആ നഗരത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായി നോക്കി പരിപാലിച്ച് ആ നഗരവാസികൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ്, സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അത്രയും വലിയൊരു ഉത്തരവാദിത്തം നൽകേണ്ടത് ആർക്കാണ് എന്നുള്ള ചിന്ത, അത് വെറുതെ ഒരു ടാഗ് ലൈൻ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് കൊട്ടിഘോഷിക്കാൻ വേണ്ടി മാത്രം അത് ചെയ്യരുതായിരുന്നു. ആ ചെയ്തതിൽ വീഴ്ച പറ്റി എന്നുള്ളതാണ്. ഇനി ഓരോന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം കാര്യങ്ങളാണ് ആര്യ രാജേന്ദ്രൻ ചെയ്തിട്ടുള്ളത്. നിയമന കത്ത് വിവാദം ആരും മറന്നിട്ടുണ്ടാവില്ല. കാരണം ഏറ്റവും സ്വജനപക്ഷപാതത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ളതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നു ഇത്. 2022 നവംബറിൽ പുറത്തായിട്ടുള്ള കത്താണ് ഈ നിയമന കത്ത് എന്ന് പറയുന്നത്. കോർപ്പറേഷനിലെ 25 താൽക്കാലിക തസ്തികകളിലേക്ക് ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ് ഉൾപ്പെടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനോട് അംഗങ്ങളുടെ ലിസ്റ്റ് ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു. ഒരു ഭരിക്കാൻ അറിയില്ലെങ്കിൽ, ഭരിക്കാനുള്ള പക്വതയില്ലെങ്കിൽ ആ കസേരയിൽ ഇരുത്തരുത്. ഏതൊരു കസേരയായാലും ആ ഇരിക്കേണ്ടവൻ ഇരിക്കണം എന്നുള്ളതാണ്. ഇരിക്കേണ്ട സ്ഥാനത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ നായ കയറി ഇരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. ഈ കത്ത് വ്യാജമാണ് എന്നുള്ളതാണ് മേയർ പറഞ്ഞത്. പക്ഷേ സർക്കാർ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിലാണെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു വരെ ഹർജിയും വന്നു. 1000-ലധികം നിയമനങ്ങൾ ഇങ്ങനെ നടത്തി എന്നാണ് ഹർജിക്കാരൊക്കെ ആരോപിച്ചത്. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇത്രയും നിയമനങ്ങൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ഒരു കൗണ്ടിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, ക്ഷമിക്കണം. 295 താൽക്കാലിക തസ്തികകളിലേക്കാണ് അന്ന് നിയമനത്തിന് വേണ്ടിയിട്ട് ആനാവൂർ നാഗപ്പനോട് കാര്യങ്ങൾ ചോദിച്ചത്. അപ്പൊ ആ ഒരു കാര്യം എന്ന് പറയുന്നത് അന്വേഷണ വിധേയമാകേണ്ടത് തന്നെയായിരുന്നു. എന്തായാലും ഇതുവഴി മറ്റൊരു ചോദ്യം കൂടി ഉയർന്നിട്ടുണ്ടായിരുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വരേണ്ട ജോലി പാർട്ടി ഓഫീസിൽ ലിസ്റ്റ് കൊടുത്ത് തീരുമാനിക്കുമോ? അതിന് ഇന്നും CPM-ന് ഉത്തരമില്ല. ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, എന്നിട്ടും ഉത്തരമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ആര്യമോളുടെ രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാർ കയറ്റുക എന്നുള്ളതാണ്. അതൊരു അബദ്ധമായിട്ട് പറയുന്നുണ്ട്. ഇനി വെളിവില്ലാതെ ചെയ്തതാണോ എന്നുള്ളതും ആർക്കും അറിയില്ല. എന്തായാലും രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ കാർ കയറ്റി. ഇങ്ങനെ ഒരു സംഭവം ഇനി ലോകത്ത് മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. അതൊരു പ്രോട്ടോകോൾ ലംഘനമാണ്. അറിയാതെ പറ്റിയത് എന്ന ന്യായം പറയാമെങ്കിലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ളതാണ് അതിന്റെ മറുന്യായം എന്ന് പറയുന്നത്. ഒരു മേയർക്ക് രാജ്യത്തിന്റെ പ്രോട്ടോകോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ആർക്കറിയാമെന്നുള്ള ചോദ്യം പോലും അവിടെ ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന് യദുവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. നമുക്കറിയാം, ഒരു ചെറുപ്പക്കാരന്റെ ജോലി തന്നെ ഇല്ലാതെയാക്കിയ വിഷയമായിരുന്നു ഈ യദു വേഴ്സസ് മേയർ വിവാദം എന്ന് പറയുന്നത്. അത് 2024 ഏപ്രിലിൽ പാളയത്ത് KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറായിട്ടുള്ള യദുവുമായിട്ട് വാക്കേറ്റം ഉണ്ടാവുകയായിരുന്നു. മേയർ പറയുന്നു ബസ് ഇടിക്കാമെന്നോ ആംഗ്യം കാണിച്ചുവെന്ന്. യദു പറയുന്നത് ബസ് തടഞ്ഞു, അസഭ്യം പറഞ്ഞു, ജോലി തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. എന്താണ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് ആദ്യം കേസെടുത്തില്ല, കോടതി ഇടപെട്ടപ്പോൾ FIR ഇട്ടു. പിന്നീട് പോലീസ് കുറ്റപത്രത്തിൽ നിന്ന് മേയറെയും MLA ആയിട്ടുള്ള സച്ചിൻ ദേവിനെയും ഒക്കെ അന്ന് ഒഴിവാക്കുകയാണ് ഉണ്ടായത്. ഇത് വീണ്ടും കോടതിയിൽ പോയി. CCTV മെമ്മറി കാർഡൊക്കെ നശിപ്പിച്ചു. അതും മേയറുടെ സമ്മർദ്ദത്തിൽ നിന്നുള്ള ആരോപണമൊക്കെ ഉയർന്നു. എന്തായാലും 2024 ഡിസംബറിൽ കോടതി മേയർക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. മറ്റൊന്ന് പൊതുവായിട്ടുള്ള ഒരു ധാർഷ്ട്യമാണ്. അത് CPM-ന്റെ ഒരു അടങ്കൽ കാര്യമാണ് എന്നുള്ളതാണ്. അത് ബോഡി ലാംഗ്വേജ് ഒക്കെ അങ്ങനെ ആയിരിക്കും. പൊതു വേദികളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മേയറാണ്, ഉദ്യോഗസ്ഥരോട് ആ ഒരു രീതിയിലാണ് പെരുമാറാറ് ഉണ്ടായിരുന്നതും മാധ്യമങ്ങളോടടക്കം അങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തേതാണ് ആര്യമോളുടെ ഈ ഇഷ്ടക്കാർക്ക് കരാർ നൽകിയിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. എന്തായാലും മേയർ എന്ന് പറയുന്നത് VV രാജേഷ് ആണ്. ഇനിയിപ്പം BJP-കാരോട് ചോദിക്കാൻ മടിയായതുകൊണ്ടാണ്, BJP കൗൺസിലർമാരോട് ചോദിക്കാൻ മടിയായതുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അത് ന്യായമല്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ ആര്യമോൾക്കെതിരെ ഉണ്ടാകുന്ന നടപടി എന്താണ്